Hello students, plus 1 mathematics sets എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി മോർഗൻസ് ലോ. That is, De Morgan's law is the relation connecting complement, union and intersection. അപ്പോൾ എന്താണ് ഡി മോർഗൻസ് ലോ എന്ന് നമുക്ക് നോക്കാം. അതുമായി റിലേറ്റ് ചെയ്ത എക്സസൈസ് 1.5 എല്ലാ പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡി മോർഗൻസ് ലോ. A union B whole complement equal to A complement intersection B complement. That is first De Morgan's law. Second one, A intersection B complement equal to A complement union B complement. അപ്പോൾ എന്താ ഇത് പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് കോംപ്ലിമെന്റ് ഓഫ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദർ കോംപ്ലിമെന്റ്സ്. അല്ലേ, രണ്ട് സെറ്റ്സിന്റെ യൂണിയന്റെ കോംപ്ലിമെന്റ് ഏതിന് ഈക്വൽ ആണ്? ഇന്റർസെക്ഷൻ ഓഫ് ദർ കോംപ്ലിമെന്റ്സിന് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇന്റർസെക്ഷൻ. ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. എങ്ങനെയാ വരിക? ഇതെന്താ? കോംപ്ലിമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ദർ കോംപ്ലിമെന്റ്സ്. ഇപ്പോൾ ടു സെറ്റ്സിന്റെ ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ദർ കോംപ്ലിമെന്റ്സിന് ഈക്വൽ ആണ്. അപ്പോൾ ഹോൾ കോംപ്ലിമെന്റ് ആയിട്ട് ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ഓഫ് കോംപ്ലിമെന്റ്സ് ആണ് വരിക. ദീസ് ആർ ടു ഡി മോർഗൻസ് ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ഡി മോർഗൻസ് ലോ. നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷിന്റെയും എ യൂണിയൻ ബി ഹോൾ ഡാഷിന്റെയും വെൻ ഡയഗ്രം എങ്ങനെ വരുമെന്ന് നോക്കാം. ഫസ്റ്റ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. ദാറ്റ് ഈസ് ദിസ് ഈസ് യൂണിവേഴ്സൽ സെറ്റ് എ ദിസ് വൺ ആൻഡ് ബി ദിസ് സർക്കിൾ. നെക്സ്റ്റ് ഈ കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് ഇന്റർസെക്ഷൻ വരിക. കോംപ്ലിമെന്റ് മീൻസ് ആ റീജിയൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ റീജിയനുമാണ് കോംപ്ലിമെന്റ് വരിക. അപ്പോൾ ഈ മിഡിലുള്ള പോർഷൻ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ആണ് ഏത് വരിക? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇത് എ ഇന്റർസെക്ഷൻ ബിയും ഇതൊഴിച്ച് ബാക്കിയുള്ള യുവിലെ പോർഷൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താണ് വരിക എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് എ ദിസ് വൺ ആൻഡ് ബി. നെക്സ്റ്റ് ദിസ് വൺ ഈസ് എ യൂണിയൻ ബി. അല്ലെ, എയും ബിയും ചേർന്നാലാണ് എ യൂണിയൻ ബി ആവുക. അപ്പൊ ഈ വൈറ്റ് പോർഷൻ ആണ് എ യൂണിയൻ ബി വരിക. അപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് ഈ വൈറ്റ് ഒഴികെ ബാക്കിയുള്ള നമ്മൾ ഷെയ്ഡ് ചെയ്ത റെഡ് പോർഷൻ ആണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വരിക. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കുക. ഈ കോമൺ ആയിട്ടുള്ള റീജിയൻ ഒഴിച്ച് ബാക്കിയുള്ള പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ എന്ന് പറഞ്ഞ സർക്കിളും ബി എന്ന സർക്കിളിന്റെയും പോർഷൻ ഒഴിച്ച് ബാക്കിയുള്ള യുവിലെ പോർഷൻ ആണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. നെക്സ്റ്റ് പ്രോബ്ലംസ്. ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. U equal to set 1, 2, 3, 4, 5, 6. A equal to set 2, 3. And B equal to set 3, 4, 5. Verify De Morgan's law. That is A union B whole dash equal to A dash intersection B dash. And second one A intersection B whole dash equal to A dash union B dash. First, വെരിഫിക്കേഷൻ മീൻസ് LHS ഫൈൻഡ് ഔട്ട് ചെയ്യുക, RHS ഫൈൻഡ് ഔട്ട് ചെയ്യുക,
LHS equal to RHS കിട്ടണം. First find out left side. That means in bracket A union B. A union B first കണ്ടുപിടിക്കുക. A union B equal to all elements in A and B. Aയിലെയും Bയിലെയും complete elements എഴുതുക. 2, 3, here 3 again, 4, 5, hence 2, 3, 4, 5. Next complement. 2, 3, 4, 5 complement. യുവിലുള്ള 2, 3, 4, 5 ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് എഴുതണം. അപ്പോൾ 2ഉം 3ഉം 4ഉം 5ഉം ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നത് എന്താണ്? 1ഉം 6ഉം. ഹെൻസ് ആൻസർ ഈസ് 1, 6. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് RHS സൈഡ്. ഇൻ RHS നോ ബ്രാക്കറ്റ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? A കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. പിന്നെ B കോംപ്ലിമെന്റും അതിനുശേഷം ഇന്റർസെക്ഷനും എടുക്കാം. നെക്സ്റ്റ് A കോംപ്ലിമെന്റ്. A ഈസ് 2, 3 കോംപ്ലിമെന്റ്. അപ്പൊ യുവിലുള്ള എലമെന്റ്സിൽ 2ഉം 3ഉം ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1, 4, 5, 6. നെക്സ്റ്റ് B കോംപ്ലിമെന്റ്. B ഈസ് സെറ്റ് 3, 4, 5 കോംപ്ലിമെന്റ്. അപ്പൊ യുവിലുള്ള 3ഉം 4ഉം 5ഉം ഒഴിവാക്കണം. അപ്പൊ ഏതൊക്കെയാ വരിക? 1, 2, 6. അപ്പൊ A കോംപ്ലിമെന്റും കണ്ടുപിടിച്ചു, B കോംപ്ലിമെന്റും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. അപ്പൊ A കോംപ്ലിമെന്റിന്റെ ആൻസർ ഇതാണ്, B കോംപ്ലിമെന്റിന്റെ ആൻസർ ഇതാണ്. ഇന്റർസെക്ഷൻ മീൻസ് ഈ രണ്ട് സെറ്റിലുള്ള കോമൺ എലമെന്റ് ഏതാ? 1ഉം 6ഉം അല്ല ഇതിൽ രണ്ടിലും വരുന്നത്. ഈക്വൽ ടു സെറ്റ് 1, 6. അപ്പോൾ നമുക്ക് A യൂണിയൻ B ഹോൾ ഡാഷ് കിട്ടിയത് സെറ്റ് 1, 6 ആണ്. A ഡാഷ് ഇന്റർസെക്ഷൻ B ഡാഷ് കിട്ടിയത് എന്താണ്? സെറ്റ് 1, 6 ആണ്. ഹെൻസ് A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡി മോർഗൻസ് ലോ. നെക്സ്റ്റ് സെക്കൻഡ് വൺ. A intersection B whole dash equal to A complement union B complement. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് A intersection B. A intersection B is A is set 2, 3 intersection B 3, 4, 5. അപ്പോൾ Aയിലും Bയിലുമുള്ള കോമൺ ആയ എലമെന്റ് ഏതാണ്? 3 ആണ്. ഹെൻസ് A intersection B is set 3. നെക്സ്റ്റ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് 3 കോംപ്ലിമെന്റ്. 3 ഒഴികെ ബാക്കിയുള്ള യുവിലെ എലമെന്റ്സ് ഏതൊക്കെയാ? സെറ്റ് 1, 2, 3 എഴുതാൻ പാടില്ല. 4, 5, 6. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് RHS. ഫസ്റ്റ് A കോംപ്ലിമെന്റ് 2, 3 കോംപ്ലിമെന്റ് ഈക്വൽ ടു 2, 3 ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് 1, 4, 5, 6. B കോംപ്ലിമെന്റ് ഈക്വൽ ടു 3, 4, 5 കോംപ്ലിമെന്റ്. 3ഉം 4ഉം 5ഉം ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെ വരിക? 1, 2, 5 വരെ ഇവിടെ ഉണ്ട്, പിന്നെ 6. നെക്സ്റ്റ് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റിലെയും B കോംപ്ലിമെന്റിലെയും എല്ലാ എലമെന്റ്സും എഴുതണം. 1, 4, 5, 6 യൂണിയൻ 1, 2, 6. 1 ഇവിടെ 2 ഉണ്ട്. 2, 4, 5, 6. സെറ്റ് 1, 2, 4, 5, 6 കിട്ടി. A ഇന്റർസെക്ഷൻ B ഹോൾ ഡാഷും A ഡാഷ് യൂണിയൻ B ഡാഷും എന്താണ്? സെയിം ആണ്. ഹെൻസ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഡി മോർഗൻസ് ലോ. അപ്പോൾ വെരിഫൈ ഡി മോർഗൻസ് ലോ എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ഡി മോർഗൻസ് ലോയും ആണ് വെരിഫൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് U ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9. A ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8 and B equal to 2, 3, 5, 7. Verify first one. A union B complement equal to A complement intersection B complement. A intersection B complement equal to A complement union B complement. And next find
A complement whole complement and then A minus B complement. First De Morgan's law verify ചെയ്യാം. First find out A union B. A യിലെയും B യിലെയും complete elements എഴുതുക. 2, 3, 4, 5, 6, 7, 8. That is A union B. A union B whole complement. ഇത്രയും എലമെന്റ്സ് എഴുതാൻ പാടില്ല. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. പിന്നെ എന്തുണ്ട്? 9 equal to 1, 9. Next find A complement. A is 2, 4, 6, 8 complement. അപ്പൊ 2, 4, 6, 8 ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1, 3, 5, 7, 9. Next B complement. 2, 3, 5, 7 complement. For 1, 4, 6, 8, 9. A complement intersection B complement ആണ് റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത്. അപ്പൊ A complement intersection B complement equal to 1, 3, 5, 7, 9 intersection 1, 4, 6, 8, 9. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് 1 ഹിയർ 1, 3, 5, 7 ഇവിടെ ഇല്ല. ബാക്കി 9, 9 ഓൾസോ ഹിയർ. ദാറ്റ് ഈസ് കോമൺ എലമെന്റ് ഈസ് സെറ്റ് 1, 9. അപ്പോൾ A union B complement equal to set 1, 9. A complement intersection B complement also equal to set 1, 9. That is the first result. A union B complement equal to A complement intersection B complement. Next prove second De Morgan's law. First find A intersection B. A intersection B. Common element is 2 equal to set 2. Next A intersection B complement equal to set 2 complement. അപ്പോൾ U is 1 മുതൽ 9 വരെയുള്ള എലമെന്റ്സ് ആണ്. അതിൽ നിന്ന് 2 ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്ന എന്തൊക്കെയാ? 1, 3, 4, 5, 6, 7, 8, 9. That is left side. Next A complement യൂണിയൻ B complement കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ് A complement കണ്ടുപിടിക്കാം. A complement 2, 4, 6, 8 complement equal to 1, 3, 5, 7, 9. B complement is 2, 3, 5, 7 complement equal to 1, 4, 6, 8, 9. അപ്പോൾ A complement യൂണിയൻ B complement. A complementലെയും B complementലെയും കംപ്ലീറ്റ് എലമെന്റ്സ് എഴുതുക. അപ്പോൾ 1, 3, 5, 7, 9 യൂണിയൻ 1, 4, 6, 8, 9. അപ്പോൾ ഈ രണ്ട് സെറ്റിലെയും എല്ലാ എലമെന്റ്സും എഴുതുക. 1, 2 ഇല്ല, 3, 4, 5, 6, 7, 8, 9. 2 ഒഴികെ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഈക്വൽ ടു 1, 3, 4, 5, 6, 7, 8, 9. Also A complement union B complement equal to set 1, 3, 4, 5, 6, 7, 8, 9. Hence A intersection B whole complement equal to A complement union B complement. That is second De Morgan's law. Next third question. A complement whole complement എന്താണെന്ന് കണ്ടുപിടിക്കണം. A complement ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയതാണ്. A complement equal to 1, 3, 5, 7, 9. നെക്സ്റ്റ് A complement whole complement കണ്ടുപിടിക്കുക. 1, 3, 5, 7, 9 complement. 1, 3, 5, 7, 9 എഴുതാൻ പാടില്ല. ബാക്കിയുള്ള എലമെന്റ്സ് എഴുതണം. ഏതൊക്കെയാണ്? 2, 4, 6, 8. 2, 4, 6, 8. What is that? Equal to A ആണ് വരിക. That means A complement whole complement equal to A കിട്ടും. Next question. A minus B whole complement ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഫസ്റ്റ് A minus B ഫൈൻഡ് ഔട്ട് ചെയ്യുക. A 2, 4, 6, 8 minus B 2, 3, 5, 7. അപ്പൊ ഇവിടെയുള്ള എലമെന്റ്സ് എഴുതാൻ പാടില്ല. ബിയിലെ എലമെന്റ്സ് എഴുതാതെ എയിൽ മാത്രമുള്ള എലമെന്റ് ഏതൊക്കെയാ? 2 ഇവിടെ വരുന്നുണ്ട്. അപ്പൊ 2 എഴുതാൻ പാടില്ല. 4, 6, 8 ബിയിലില്ല. അപ്പൊ ഈക്വൽ ടു
4, 6, 8. Next a minus b whole complement equal to 4, 6, 8 complement. 4, 6, 8 ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2, 3, 5, 7, 9. That is a minus b whole complement. Next question. Taking the set of natural numbers as the universal set, write down the complements of the following sets. But u equal to set of natural numbers. Complement എഴുതണം. Set of all x such that x is an even natural number. അപ്പോൾ നമ്മളുടെ u എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4 എക്സെട്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് സെറ്റ് 2, 4, 6, 8 എക്സെട്ര. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് ഏതാ വരിക? സെറ്റ് 1, 3, 5, 7. That means complement equal to a complement equal to set of all x such that x is an odd natural number. അല്ലേ? നാച്ചുറൽ നമ്പറിൽ നിന്നും ഈവൻ നാച്ചുറൽ നമ്പർ ഒഴിവാക്കിയാൽ പിന്നെ കിട്ടുന്നത് എന്താണ്? ഓഡ് നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ ഈവൻ നാച്ചുറൽ നമ്പറിന്റെ കോംപ്ലിമെന്റ് ഓഡ് നാച്ചുറൽ നമ്പർ ആണ്. ഓഡ് നാച്ചുറൽ നമ്പറിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഈവൻ നാച്ചുറൽ നമ്പർ. b equal to set of all x such that x is a positive multiple of 3. Multiple of 3. അതിന്റെ കോംപ്ലിമെന്റ് എന്താ? മൾട്ടിപ്പിൾ ഓഫ് 3ന്റെ കോംപ്ലിമെന്റ് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലാത്ത എലമെന്റ്സ്. അപ്പൊ അതിനെങ്ങനെ എഴുതുക സെറ്റ് ബിൽഡർ ഫോമില്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൽ. ഇതെന്തിനാ? നാച്ചുറൽ നമ്പേഴ്സിൽ ആണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ് ആയിരിക്കണം. അതുകൊണ്ട് കോംപ്ലിമെന്റ് എഴുതുമ്പോൾ എന്ത് എഴുതുക? എക്സ് ബിലോങ്സ് ടു എൻ. ഇവിടെ നാച്ചുറൽ നമ്പർ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് എക്സ് ബിലോങ്സ് ടു എൻ എന്ന് എഴുതാത്തത്. ഇവിടെ യുവിലെ എലമെന്റ് ആകണം. അതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. അതിന്റെ കോംപ്ലിമെന്റ് എക്സ് ഈസ് നോട്ട് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ കോംപ്ലിമെന്റ് എഴുതാൻ പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നുള്ളത് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതിയാൽ മതി. ഇവിടെ പോസിറ്റീവ് എന്ന് എഴുതിക്കൊണ്ട് വേണമെങ്കിൽ എക്സ് ബിലോങ്സ് ടു എൻ ഒഴിവാക്കാം. ഏതെങ്കിലും ഒന്നായാലും മതി. നെക്സ്റ്റ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. എക്സ് ഈസ് എ പ്രൈം നമ്പർ. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? പ്രൈം അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക? കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കും. അപ്പൊ പ്രൈം അല്ലാത്ത നമ്പേഴ്സിനെ കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കും. പക്ഷെ 1 എന്ന് പറയുന്ന നമ്പർ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ പ്രൈം അല്ലാത്ത നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പെടും? കോമ്പോസിറ്റ് നമ്പേഴ്സും പെടും. പിന്നെ ഏതും പെടും? എക്സ് ഈക്വൽ ടു 1 വരും. അപ്പൊ ഒന്നിക്കൽ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ ആൻഡ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമായി. പിന്നെ എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ മതി. പ്രൈം അല്ലാത്ത നമ്പേഴ്സിന് ഒരു പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? കോമ്പോസിറ്റ് നമ്പർ. പക്ഷെ കോമ്പോസിറ്റ് നമ്പറിൽ ഏത് പെടില്ല? എക്സ് ഈക്വൽ ടു 1 വരൂല. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1ഉം പിന്നെ ബാക്കിയുള്ള കോമ്പോസിറ്റ് നമ്പറും. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആൻഡ് 5. അപ്പൊ എന്താണ്? ഡിവിസിബിൾ ബൈ 3ഉം 5ഉം. അപ്പോൾ നോട്ട് ഡിവിസിബിൾ ബൈ 3 ഓർ 5 അങ്ങനെ എഴുതാലോ. പക്ഷെ എന്ത് വേണം? എക്സ് ബിലോങ്സ് ടു എൻ അല്ലെങ്കിൽ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ മതി. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പൊ എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ഓർ നോട്ട് ഡിവിസിബിൾ ബൈ 5. അപ്പൊ ഒന്നിക്കൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ എന്താണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് കോംപ്ലിമെന്റിൽ ഉണ്ടാകുക. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് 2x plus 5 equal to 9. 2x plus 5 equal to 9 means ഏത് എലമെന്റ്? ഒന്നിക്ക് എങ്ങനെ എഴുതിയാൽ മതി? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് 2x plus 5 നോട്ട് ഈക്വൽ ടു 9 എന്ന് എഴുതിയാലും മതി.
പക്ഷെ എക്സ് ബിലോങ്സ് ടു എൻ എന്ന് എഴുതണം. അപ്പൊ 2x പ്ലസ് 5 ഈക്വൽ ടു 9. അതിൽ എന്താ കിട്ടുക? 2x ഈക്വൽ ടു 9 മൈനസ് 5, ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 4, x ഈക്വൽ ടു 2. അപ്പൊ x ഈക്വൽ ടു 2. അപ്പൊ ഈ ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടുക? സെറ്റ് 2 ആണ് കിട്ടുക. അപ്പൊ ഈ കോംപ്ലിമെന്റ് സെറ്റ് 1, 3, 4, 5 എക്സെട്ര നമ്പേഴ്സ് ആണ്. അതിനെങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 2. 2 ഒഴികെ ബാക്കിയുള്ള എല്ലാ നാച്ചുറൽ നമ്പറും. ഇതിൽ 2 മാത്രം വരും. അപ്പൊ ഇവിടെ 2 ഒഴികെയുള്ള എല്ലാ നാച്ചുറൽ നമ്പറും. നെക്സ്റ്റ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് 2x പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 10. അപ്പൊ ഇതെന്താ വരിക നോക്കാം. ഈ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ അതിന്റെ നേരെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താൽ മതിയല്ലോ. നോക്കാം. 2x plus 1 greater than 10 is 2x greater than 10 minus 1, 9, x greater than 4.5. അപ്പോൾ x greater than 4.5. 4.5നേക്കാളും ഗ്രേറ്റർ ആയ നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 5, 6, 7, 8 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് 5 മുതലാണ് എഫിൽ വരിക. അപ്പൊ എഫ് കോംപ്ലിമെന്റിൽ ഏതൊക്കെയാ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4.5. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 4.5. അതിന്റെ കോംപ്ലിമെന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4.5. നേരത്തെ പറഞ്ഞ 5ഉം 5നേക്കാളും കൂടുതലായ നമ്പേഴ്സ് അല്ലേ ഉണ്ടാകുക. അപ്പോ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. നെക്സ്റ്റ് ഹോംവർക്ക്. യു, എ, B, C are given. Find complement of A and B. A union C whole complement, A union B whole complement, A complement whole complement, B minus C whole complement. ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ കോംപ്ലിമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓഡ് നാച്ചുറൽ നമ്പറിന്റെ കോംപ്ലിമെന്റ് ഈവൺ നാച്ചുറൽ നമ്പർ. പെർഫെക്റ്റ് സ്ക്വയറിന്റെ കോംപ്ലിമെന്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് x is not a perfect square എന്ന് എഴുതിയാൽ മതി. x is not a perfect square. ഇവിടെ x belongs to n കൂടെ വേണം. സെറ്റ് ഓഫ് x such that x is a perfect cube. അതേ രീതിയിൽ സെറ്റ് ഓഫ് x such that x belongs to n and x is not a perfect cube. x plus 5 equal to 8 ആണെങ്കിൽ x equal to 8 minus 5 equal to 3 വരും. x equal to 3. അപ്പൊ 3 അല്ലാത്ത നമ്പേഴ്സ് ഒക്കെയാണ് കോംപ്ലിമെന്റിൽ വരിക. അപ്പൊ 1, 2, 4, 5, 6 എക്സെട്ര നമ്പേഴ്സ്. അപ്പൊ അതിനെങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 3 എഴുതിയാൽ മതി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. 7ഉം 7നേക്കാളും ഗ്രേറ്റർ ആയ നമ്പറും 7, 8, 9 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് ഇതിൽ വരിക. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? എക്സ് ലെസ് ദാൻ 7. എക്സ് ലെസ് ദാൻ 7 മീൻസ് 1, 2, 3, 4, 5, 6. അതാണ് ഇതിന്റെ കോംപ്ലിമെന്റ് വരിക. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും ഇവിടെ പറയുന്ന നമ്പേഴ്സ് ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സ് ആണ് കോംപ്ലിമെന്റിൽ ഉണ്ടാവുക. താങ്ക് യു.